ഈ ഗെയിം കാണാൻ കുറച്ച് വൈകിപ്പോയല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഗെയിമാണിത്. കണ്ടപ്പോൾ തന്നെ നിങ്ങളോട് ഈ ഗെയിം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒന്ന് കണ്ടു നോക്കിയാലോ? 2018 ഡേവിഡ് പരവിയാനും സാവലി ഗുലുബാവും തമ്മിൽ കളിച്ച ഗെയിമാണിത്. അപ്പോൾ ഡേവിഡും ഗോലിയാത്തും പോലെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇവിടെ ഡേവിഡ് ആണ് വൈറ്റ് കളിക്കുന്നത്. ഡേവിഡ് തുടങ്ങുന്നത് E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് കളിക്കുന്നത് പോൺ E5, നൈറ്റ് F3, നൈറ്റ് F6. അപ്പോൾ പെട്ടർ ഓഫ് ഡിഫൻസ് ആണ്. നൈറ്റ് വെച്ച് പോണിനെ വെട്ടുന്നു. D6 കളിച്ച് ആദ്യം ഈ നൈറ്റിനെ ഓടിച്ചു വിടുന്നു. നൈറ്റ് തിരികെ പോകുമ്പോൾ ഇനിയാണ് ഈ പോണിനെ വെട്ടിയെടുക്കുന്നത് ബ്ലാക്ക്. D4 കളിക്കുന്നു. ഇതൊക്കെ മെയിൻ ലൈനാണ്. D5 കളിച്ചാൽ നൈറ്റിനെയോട് ഉറപ്പിക്കുകയാണ്. ബിഷപ്പ് D3, ബിഷപ്പ് D6 കളിച്ചപ്പോൾ ഇരുവരും ക്യാൻസൽ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. വൈറ്റ് ക്യാൻസൽ ചെയ്തു, ബ്ലാക്കും ക്യാൻസൽ ചെയ്തു. C4 കളിച്ചാൽ നൈറ്റിന്റെ പ്രൊട്ടക്ഷനെ ഡിസ്കോർഡിനേറ്റ് ചെയ്യാനാണ് വൈറ്റിന്റെ ഉദ്ദേശം. C6 കളിച്ച ആ ഒരു കോർഡിനേഷൻ ഉറപ്പിക്കുകയാണ് ബ്ലാക്ക്. ക്വീൻ B3. അപ്പോൾ ഇവിടെ വൈറ്റ് ത്രെട്ടൻ ചെയ്യുന്നത് എന്താണ്? ഈ D5ലേക്ക് ഒരു അഡീഷണൽ ത്രെട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഈ ബിഷപ്പിന് ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് പാടുപെടും. കാരണം എന്താണ്? B7ലേക്ക് ഈ ക്യൂവിന് അറ്റാക്കും ചെയ്തിരിക്കുകയാണ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുവാണ്. നൈറ്റ് D7ലോട്ട് വരുന്നു. അപ്പോൾ ഈ നൈറ്റിന് വേണമെങ്കിൽ B6ലോട്ടോ F6ലോട്ടോ ഭാവിയിൽ വരാവുന്നതാണ്. റൂക്ക് വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നൈറ്റ് ഇവിടെ F6ലോട്ട് വന്നിട്ട് E4ലേക്ക് നൈറ്റിന് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. നൈറ്റ് D2 കളിച്ച് ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു സെൻറ്ററിലുള്ള നൈറ്റിനെ ഒഴിവാക്കുമെന്നാണ് ഡേവിഡ് പ്രത്യാശിക്കുന്നത്. നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു, ബിഷപ്പ് വെച്ച് വെട്ടുന്നു. ക്വീൻ B6 കളിച്ചിട്ട് ക്വീൻ എക്സ്ചേഞ്ചിന് പോവാണ് ബ്ലാക്ക്. പക്ഷെ ഡേവിഡ് ഇതിന് തയ്യാറെടുക്കുന്നില്ല. ഡേവിഡ് കളിക്കുവാണ്, ക്വീനിന് D3 കളിക്കുവാണ്. ആ B2 പോണിനെ ഓഫർ ചെയ്യുകയാണ്. എതിരാളി എന്ത് ചെയ്യുന്നു? എതിരാളി വന്നിട്ട് ആ ഒരു പോണിനെ വെട്ടിയെടുക്കുന്നു. പക്ഷേ ഈ പോണിനെ വെട്ടിയെടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം എന്താണ്? റൂക്ക് ഇവിടെ കളിയിലേക്ക് വരുന്നു. റൂക്ക് A1 ഇരുന്ന് B1ലോട്ട് വരുന്നു. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫയൽ കിട്ടുവാണ് ഇവിടെ വൈറ്റിന്. അപ്പോൾ ക്വീൻ ഓടി രക്ഷപ്പെടണമല്ലോ. ക്വീൻ A3 കളിച്ചിട്ട് വീണ്ടും ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചു കൊടുക്കുവാണ്. പക്ഷെ ഡേവിഡ് ഇപ്പോഴും തയ്യാറല്ല. ഡേവിഡ് എന്താണ് കളിക്കുന്നത്? ക്വീൻ ജസ്റ്റ് C2 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ കുറച്ച് ഡീപ്പാണ്. ഈ ക്വീൻ C2 മാറിയതിനു ശേഷം വൈറ്റ് ഇനി ത്രെട്ടൻ ചെയ്യുന്നത് റൂക്ക് E3 കളിച്ചിട്ട് ആ A3 ഇരിക്കുന്ന ക്വീനെ ട്രാപ്പ് ചെയ്യാനാണ്. ഇപ്പൊ നോക്കുമ്പോൾ ബാക്കി എല്ലാ പീസുകളും ഈ ട്രാപ്പ് ചെയ്യാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് കെയർലെസ് ആയി കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വീൻ ട്രാപ്പായി പോകും ബ്ലാക്കിന്റെ. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് എന്താണ് കളിക്കുന്നത്? ബ്ലാക്ക് കളിക്കുവാണ്, നൈറ്റ് D5ലോട്ട് കളിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം ആ റൂക്കിന്റെ മുകളിലേക്കുള്ള ലിഫ്റ്റ് തടയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ E3ലേക്ക് റൂക്കിനെ വരാൻ പറ്റില്ല. കാരണം എന്താണ്? നൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് വെട്ടിയെടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഡേവിഡ് കളി മുന്നോട്ട് പോകുന്നത്? ഡേവിഡ് കളിക്കുവാണ് റൂക്ക് B3. ഓക്കെ, അവിടെ നിന്ന് ആ റൂക്കിനെ അനക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിന്ന് ഈ B1 നിന്ന് ആ റൂക്കിനെ ലിഫ്റ്റ് ചെയ്യാലോ. ഇവിടെ ഇപ്പൊ ക്വീനിന് പോകാൻ അത്ര നല്ല സ്ക്വയറുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ക്വീൻ A4ലോട്ട് പോകുന്നു. ഇനി എങ്ങനെയാണ് കളി മുന്നോട്ട് പോകണത്? ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പീസ് ആ ഒരു നൈറ്റ് ആണ്. നല്ല സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ആ നൈറ്റിനെ അങ്ങ് ഒഴിവാക്കുവാണ് ഇവിടെ വൈറ്റ്. പോൺ വെച്ച് തിരികെ വെട്ടി. ഇനിയാണ് അറ്റാക്കിന്റെ സാഗ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഡേവിഡ് കളിക്കുവാണ് നൈറ്റ് G5. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ട് ക്വീൻ ടേക്സ് H7 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് G6 കളിച്ചിട്ട് ആ ചെക്ക്മേറ്റിംഗ് ത്രെട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യാണ്. ഇവിടെയാണ് അറ്റാക്കിന്റെ മാജിക്കൽ കോമ്പിനേഷൻ തുടങ്ങുന്നത്. ഡേവിഡ് കളിക്കുവാണ് ദ ബ്രില്യൻ നൈറ്റ് ടേക്സ് H7. ഒരു നൈറ്റിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യാണ് ഒരു പോണിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് കണ്ടു നോക്കാം, എങ്ങാനും ഈ ഒരു നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ഇങ്ങനെ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഈ റൂക്ക് B3യിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു ചെക്ക് വരും. ക്വീൻ നേരെ എക്സ്പോസ്ഡ് ആവുകയും ചെയ്യും. ഇവിടെ നേരിട്ട് ക്വീനെ നേടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നേരിട്ട് ഈ ഒരു കിങ് വെച്ച് നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്ക് ഭയങ്കര കെയർഫുൾ ആണ്. ബ്ലാക്ക് കളിക്കുവാണ് ബിഷപ്പ് F5 കളിച്ചിട്ട് വൈറ്റിന്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് നൈറ്റ് വേണ്ട, എനിക്ക് ക്വീനിലേക്ക് നേരെ അറ്റാക്ക് കൊടുത്താൽ മതി. ഇവിടെ എങ്ങനെയാണ് കളി മുന്നോട്ട് പോകുന്നത്? ആദ്യം നൈറ്റിനെ അങ്ങ് സേവ് ചെയ്ത് നൈറ്റ് F6 ചെക്ക് കളിച്ചു. ഇവിടെ ബ്ലാക്ക് കളിക്കുവാണ് കിങ് G7. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയാട്ടെ, നൈറ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യൂവിനെയും ബ്ലാക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിന്റെ ബിഷപ്പ് വെച്ചിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യണോ, കിങ് വെച്ചിട്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ എന്ത് മൂവ കളിക്കാൻ പോണേ? ഇവിടെ ഡേവിഡ് കളിച്ച മൂവ് അവിശ്വസനീയമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ മൂവ്. ഡേവിഡ് കളിക്കുവാണ് ബിഷപ്പ് H6 ചെക്ക്. നിങ്ങളും നോക്കണം, ഓൾറെഡി 2 പീസ് ബലി കൊടുത്തിരിക്കുമ്പോൾ തന്നെയാണ് മൂന്നാമത്തെ പീസോടെ ബലി കൊടുക്കണം. പക്ഷേ ഇതിൽ ഏതെങ്കിലും പീസിനെ എടുക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ ഓപ്ഷൻസ്? ഈ ബിഷപ്പിനെ വെട്ടിയെടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? ബിഷപ്പിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ
റൂക്ക് H3 ചെക്കാണ്. അപ്പോൾ ഇതൊരു ചെക്കാണല്ലോ. ഇവിടെ എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇങ്ങനെ റൂക്ക് H3 ചെക്കിൽ ഇപ്പോൾ ആ ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെയൊക്കെ എടുത്താൻ പോയി കഴിഞ്ഞാൽ നേരെ ക്വീൻ ടേക്സ് ക്വീനിൽ ഇവിടെ ഇമ്മീഡിയറ്റ്ലി വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിഷപ്പിനെ നേരിട്ട് എടുക്കാൻ പറ്റില്ല. ശരിയാണ്, പക്ഷേ എനിക്ക് വേണമെങ്കിൽ നൈറ്റിനെ വെട്ടിയെടുക്കാമല്ലോ. ഈ നൈറ്റിനെ വെട്ടിയെടുത്താലും മതിയല്ലോ, ഏതെങ്കിലും ഒരു പീസിനെ കിട്ടിയാൽ മതിയല്ലോ. അത് മാത്രമല്ല, ക്വീനിലേക്കുള്ള അറ്റാക്ക് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ്ങിലേക്ക് പോകാൻ നമുക്ക് തോന്നാം. പക്ഷേ ഈ ഒരു ബ്രില്യൻ മൂവിന് ശേഷം ബ്ലാക്ക് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആവുകയാണ്. ഇതുവരെയുള്ള നീക്കങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു നീക്കം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ നീക്കം കണ്ടുപിടിക്കാൻ പറ്റി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വൈറ്റ് കളിക്കുന്നത്, ഗോലിയാത്ത് അല്ല, സോറി, ഡേവിഡ് കളിക്കുന്ന നീക്കം ഏതാണ്? ദ ബ്രില്യൻ പോൺ G4. അപ്പോൾ അവിടെ കിടക്കുന്ന ക്വീനെ ഒരിക്കൽ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. എന്താണ് ഉദ്ദേശം? ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ക്വീനെ എങ്ങാനും വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് റൂക്ക് സ്ലോലി വന്നിട്ട് F3 ചെക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ അത്ര നല്ല ഐഡിയാസ് ഒന്നുമില്ല. ഇവിടെ ഒരുപക്ഷെ ബിഷപ്പ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഷപ്പിനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പകരം പോൺ G5 മനോഹരമായിട്ടുള്ളൊരു ചെക്ക്മേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് ഇവിടെ വൈറ്റിന്. അപ്പോൾ നേരിട്ട് ആ ക്വീനിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് സംഭവിക്കും? ഈ ഒരു പോണിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു പോണിനോടെ വെച്ചെടുക്കുകയല്ലേ. എന്താണ് ഉദ്ദേശം? ഇവിടെ വൈറ്റിന് നല്ല കാമായിട്ടുള്ളൊരു മൂവ് ഉണ്ട്, ക്വീൻ C1. ഇനി ക്വീൻ G5ലേക്ക് വന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് മേറ്റിംഗ് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അത്ര എളുപ്പത്തിൽ ക്വീനെ എടുക്കാൻ പറ്റില്ല, ആ ഒരു പോണിനെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് കളിക്കുകയാണ്. ബിഷപ്പ് F4 കളിച്ചിട്ട് മറ്റേ ബിഷപ്പിനെ ചലഞ്ച് ചെയ്തു. അത് മാത്രമല്ല, ക്വീനിലേക്കുള്ള ത്രെട്ട് അതുപോലെ തന്നെ വെക്കുകയും ചെയ്തു. അപ്പോൾ ഗെയിം ഇവിടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ക്വീനെ രക്ഷിക്കാൻ നോക്കുമോ, അതെയോ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വിട്ടു? എന്താ നിങ്ങൾ കളിക്കുക? ഇവിടെ ഡേവിഡ് കളിക്കുകയാണ്. ഒരിക്കൽ കൂടെ കളിയെ കൂടുതൽ സ്പൈസി ആക്കുകയാണ്. ഡേവിഡ് കളിക്കുന്നു ക്വീൻ C7. ഒരിക്കൽ കൂടെ വേറൊരു ഡയറക്ഷനിൽ ക്വീൻസിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ആദ്യം ബിഷപ്പ് അവിടെ F5 ഇരിക്കുന്ന ആ ബിഷപ്പിന്റെ വലയിലായിരുന്നു. ഇപ്പം F4 ഇരിക്കുന്ന ബിഷപ്പിന്റെ വലയിൽ ആ ക്വീൻ വെച്ച് കൊടുക്കുന്നു. ഇവിടെ ക്വീനെ വെട്ടാൻ പറ്റുമോ? എന്ത് സംഭവിക്കും? ക്വീനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി വേറെ കോമ്പിനേഷൻ ഒന്നുമില്ല, വെറുതെ പോൺ G5 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ അവിടത്തെയും ക്വീനിനെ അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലാക്ക് ആകെ ഒരു പെട്ട അവസ്ഥയിലാണ്. ഇനി ഗെയിമിൽ എന്താണ് നടക്കണേ? ബിഷപ്പ് വെച്ചിട്ട് ആ ബിഷപ്പിനെ വെട്ടിയെടുത്തു. ഓക്കെ, തൽക്കാലമുള്ള പുകയൊക്കെ അവിടെ അടങ്ങിയെന്ന് തോന്നി. പക്ഷേ ക്വീൻ E5 ചെക്ക് വരുന്നു. ഇനിയിപ്പോൾ എവിടേക്കാണ് പോകാൻ പറ്റുക? കിങ് ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. ഇനി കൂടുതൽ കിങ്ങിനെ അട്രാക്ട് ചെയ്തിട്ട് ഒരു ചെക്ക് മേറ്റിംഗ് നെറ്റിലേക്ക് കൊണ്ടുപോവാണ്. പോൺ H4 ചെക്ക്, കിങ് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കും. ഇനി പല രീതിയിൽ കളി ഫിനിഷ് ചെയ്യാം, പക്ഷെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇവിടെ വൈറ്റ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. വൈറ്റ് കളിക്കുവാണ് റൂക്ക് H3 ചെക്ക്, മറ്റൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. ഇവിടെ എങ്ങാനും റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചെക്ക്മേറ്റ് ആയി പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൂക്ക് H3 ചെക്കിന് ശേഷം നേരിട്ട് കിങ്ങിനെ എടുക്കുന്നില്ല. കുറച്ചും കൂടെയും കളി വൈകിപ്പിക്കാൻ വേണ്ടി കിങ് G5 കളിക്കുന്നു. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇത് ഓൾറെഡി മേറ്റിംഗ് നൈറ്റിലായി കഴിഞ്ഞു. ജസ്റ്റ് ക്വീൻ E7 ചെക്ക് ഉണ്ട്. ഇവിടെ പോൺ F6 കളിച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ വെറുതെ ക്വീൻ E3 ചെക്ക്, കിങ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടണം. വേറെ ഒരു നല്ല നീക്കം തന്നെ ഇല്ല ഇവിടെ, ബ്ലോക്ക് ചെയ്യാനോ വേറെ ഒരു നല്ല ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് കിങ് വെച്ച് പോണിനെ വെട്ടുന്നു. ഇവിടെ ഒറ്റ മൂവിൽ ഒരു ചെക്ക്മേറ്റ് ഉണ്ട്. ഏതാണ്? ക്വീൻ G3 മനോഹരമായിട്ടുള്ളൊരു ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗെയിം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഗെയിംസ് ഒക്കെ ഉണ്ട് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഗെയിമിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വല്ലതും അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.